കേരളം വളരെയേറെ ഗൗരവത്തോട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ ഇപ്പോൾ കേട്ടിടത്തോളം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരും ബാക്കിയുള്ളവർ നിരപരാധികളാണെന്നുള്ള നിലയിലാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ആധികാരികമായി കോടതിയുടെ നിരീക്ഷണങ്ങൾ പഠിക്കാതെ ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായമായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളും നിരീക്ഷണങ്ങളും അത് മനസ്സിലാക്കി ഒരു അഭിപ്രായമാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത്? ഇപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ കോടതികൾ ഓരോ വിഷയത്തെ പറ്റി വിധി പ്രസ്താവിക്കുന്നത്. അപ്പൊ ഏത് തെളിവ് അടിസ്ഥാനത്തിലാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ഏത് തെളിവ് അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടതെന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കോടതി നിരീക്ഷണം എന്താണെന്നുള്ളത് പുറത്തു വന്നില്ല. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദിലീപ് ഉൾപ്പെടെ ഗൂഢാലോചന കേസായിരുന്നല്ലോ പ്രതികൾ. പക്ഷെ അതിൽ അങ്ങനെ തെളിയിക്കാൻ കഴിയാത്തതാണ് അവരെ കാരണം എന്നുള്ളതാണ്. അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും നിരീക്ഷണം കാണും. കാരണം കേസിന്റെ ഫൈൻഡിങ്സിൽ തീർച്ചയായിട്ടും കോടതി പറഞ്ഞു കാണും ഇന്ന കാരണത്താലാണ് അവരെ വെറുതെ വിടുന്നത്. ആ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരു ആധികാരികമായ മറുപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. അത് സംബന്ധിച്ച് സർക്കാർ അതിന് ഉചിതമായ തീരുമാനമെടുക്കാൻ. എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ സർക്കാർ വേട്ടക്കാരന്റെ ഒപ്പം അതോടൊപ്പം തന്നെ നടിയുടെ ഒപ്പം, ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ സമയം എന്നുള്ളതായിരുന്നു. അപ്പം ഇതിൽ ഇപ്പോഴത്തെ ഒരു നിലപാട് എങ്ങനെയാണ്? ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം തന്നെയാണോ അതോ ഇപ്പോ ഈ പറഞ്ഞ 8-ാം പ്രതിക്കൊപ്പം? എന്നും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ. ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നതനാണെങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ഉന്നതനാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന് മുൻകൂട്ടും. ആ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. ആ അന്വേഷണ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് തയ്യാറാക്കി കോടതി സബ്മിറ്റ് ചെയ്തത്. വർഷങ്ങളോളം നീണ്ടുനിന്ന വിസ്താരവും വിചാരണയുമാണ് നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ഫൈൻഡിങ്സ് നടത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോടതി ശിക്ഷിക്കപ്പെടാൻ ഇടവന്ന കാരണവും വെറുതെ വിടാനുണ്ടായ കാരണവും മനസ്സിലാക്കിയിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റും. ചോദ്യത്തിന് ഇതാണ് മറുപടി. എന്നും അതിജീവിതോടൊപ്പമായിരിക്കും. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരിന് ആ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുമില്ല. ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചിരിക്കുക. മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സർക്കാരിന്റെ ഒരു പിന്തുണ നടിക്കുണ്ടാവുമോ? അത് നമ്മളിപ്പം അതാ ഞാൻ പറഞ്ഞത്, നിരീക്ഷണങ്ങൾ എന്താണെന്നുള്ള തെളിവ്, ഏതൊക്കെ തെളിവ് ആണ് കോടതി ഇതിൽ കണ്ടിട്ടുള്ളത്, അല്ലെ എന്താണ് തെളിവിന്റെ ഭാഗമായി വന്നിട്ടുള്ള കുറവ്, ആ ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു തീരുമാനം നമുക്ക് എടുക്കാവുന്നത്.